ഓം ശാന്തി. നമ്മുടെ കുടുംബങ്ങളിൽ കലഹം ഉണ്ടാകുന്നതിൻ്റെ മുഖ്യമായ കാരണം എന്താണെന്നറിയോ? പരസ്പരമുള്ളതായിരിക്കുന്ന അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ കുറവ് കൊണ്ടാണ്. ഒരിക്കൽ കബീർദാസിൻ്റെ മുന്നിൽ ഒരു ഗൃഹസ്ഥി സങ്കടം പറയാൻ വേണ്ടി വന്നു. അദ്ദേഹം പറഞ്ഞു, എൻ്റെ വൈഫ് എന്നെ മനസ്സിലാക്കുന്നില്ല, എന്ത് ഞാൻ പറഞ്ഞാലും എതിർത്തേ പറയൂ, എൻ്റെ പണിക്കാരാണെങ്കിൽ പറയേ വേണ്ട, ഈ ജീവിതം തന്നെ എനിക്ക് മടുത്തുപോയി, എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്നുള്ള തോന്നലിലാണ് ഇന്ന് ഞാൻ അങ്ങയുടെ അടുത്ത് വന്നിരിക്കുന്നതെന്ന് പറയും. അപ്പോൾ കബീർദാസ് തൻ്റെ വൈഫിനെ ഉറക്ക വിളിച്ചിട്ട് പറയുകയാണ്, ഒരു കാര്യം ചെയ്യോ, ഒരു റാന്തലൊന്ന് കത്തിച്ചു കൊണ്ടുവരുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇയാൾ ആകെ അത്ഭുതപ്പെട്ടു പോയി. ഇയാളോട് ഞാൻ വന്ന് സങ്കടം പറഞ്ഞതൊക്കെ ഇതൊക്കെ കേട്ടിട്ടൊരു പരിഹാരം പറയല്ല. ഉച്ചയ്ക്ക് 12 മണിയാവാനുള്ളതായിട്ടുള്ള സമയം, കത്തിജ്വലിച്ച് നിൽക്കുന്നതായിട്ടുള്ള സൂര്യൻ, പുറത്ത് വരാന്തയിൽ ഇരുന്നു കൊണ്ട് സംസാരിക്കുന്നതായിട്ടുള്ള കബീർദാസ് തൻ്റെ പത്നിയുടെ അടുത്ത് വിളിച്ചു പറയുകയാണ്, ഒരു വിളക്ക് റാന്തൽ കത്തിച്ചു കൊണ്ടുവരുമെന്ന്. ഇയാൾക്ക് ഭ്രാന്തായിപ്പോയോ എന്ന് വിചാരിച്ചു. വൈഫ് ഒന്നും മിണ്ടാതെ ഒരു റാന്തൽ കൊളുത്തി കൊണ്ടുകൊടുത്തു. കുറച്ച് കഴിഞ്ഞ് ഇയാളോട് ചോദിക്കും, പിന്നെ എന്തൊക്കെയാ സങ്കടങ്ങൾ താങ്കൾക്കുള്ളതെന്ന് ചോദിക്കും. അങ്ങനെ കുറേ സങ്കടങ്ങളും വിഷമങ്ങളും സാഹചര്യങ്ങളും ഒക്കെ ഇയാൾ കബീർദാസിനടുത്ത് സംസാരിക്കുകയാണ്. ഇതെല്ലാം കഴിഞ്ഞ സമയത്ത് കബീർദാസ് വീണ്ടും വിളിച്ചു പറയും വൈഫിൻ്റെ അടുത്ത്, അടുക്കളയിൽ എന്തെങ്കിലും മധുരം ഉണ്ടെങ്കിൽ കൊണ്ടുവരുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വൈഫ് കുറച്ച് ഉപ്പുള്ളതായിരിക്കുന്ന പലഹാരങ്ങൾ കൊണ്ടുകൊടുത്തു. അത് കണ്ടു അദ്ദേഹം നോക്കി, ഇത് ഉപ്പുള്ളതാണെന്ന് മനസ്സിലായി. ഒന്നും മിണ്ടാതെ ഇയാൾക്ക് കഴിക്കാൻ വേണ്ടി കൊടുത്തു. അപ്പോൾ ഇയാൾ പറഞ്ഞു, ഇയാൾക്ക് മാത്രമല്ല ഇയാളുടെ ഭാര്യയ്ക്കും വട്ടാൻ തോന്നുന്നുണ്ട്. കാരണം ഭർത്താവ് ഉച്ചയ്ക്ക് 12 മണിക്ക് ഒരു റാന്തൽ കൊളുത്തി കൊണ്ടുവരാൻ ചോദിച്ചപ്പോൾ മിണ്ടാതെ കൊളുത്തി കൊണ്ടുകൊടുത്ത ഭാര്യ, പഞ്ചസാര ചോദിച്ചപ്പോൾ ഉപ്പുള്ളതായിട്ടുള്ള പലഹാരം കൊണ്ടുകൊടുത്ത ഭാര്യ, ഇയാളും ഒന്നും മിണ്ടുന്നില്ല, ഈ ഭാര്യ ഒന്നും മിണ്ടുന്നില്ല. ഇതെന്ത് മനുഷ്യന്മാരാന്ന് വിചാരിച്ചു. ഉപ്പുള്ള പലഹാരം തിന്ന ശേഷം ഇയാൾ പറയുകയാണ് ഗൃഹസ്ഥെ, എന്നാൽ ഞാൻ പോയിക്കോട്ടെ എന്ന് ചോദിക്കും. അപ്പോൾ കബീർദാസ് ചോദിക്കും, അല്ല നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടിയോ എന്ന് ചോദിക്കും. അപ്പോൾ എന്ത് ഉത്തരം കിട്ടാനാണ്, നിങ്ങൾ എനിക്ക് എന്ത് ഉത്തരം കിട്ടാനാണെന്നാണ് ഇപ്പോൾ എനിക്കറിയാത്തത്. ഈ ഉച്ചയ്ക്ക് 12 മണിക്ക് റാന്തൽ കൊളുത്തി കൊണ്ടുവരാൻ പറയുമ്പോൾ മിണ്ടാതെ കൊളുത്തി കൊണ്ടുവരുന്ന ഭാര്യയും അത് വെച്ചിട്ട് സംസാരിക്കുന്ന നിങ്ങളും, മധുരം ചോദിച്ചപ്പോൾ ഉപ്പ് കൊണ്ടുവരുന്ന ഭാര്യ ഒന്നും മിണ്ടാതെ എനിക്ക് ഉപ്പ് തരുന്ന നിങ്ങൾ, എന്താ പറയുക ഇതിനൊക്കെയാണ്. അവർ ഇത് തന്നെയാണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്. നിങ്ങളുടെ വീട്ടിൽ ബഹളം ഉണ്ടാകുന്നുണ്ടെങ്കിൽ, നിങ്ങൾ തമ്മിൽ പരസ്പരം വഴക്കുണ്ടാകുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ അന്യോന്യമുള്ളതായിട്ടുള്ള പരസ്പര ധാരണകളുടെ കുറവാണ്. എൻ്റെ ഭാര്യ ഞാൻ പഞ്ചസാര ചോദിച്ചപ്പോൾ ഉപ്പ് കൊണ്ടു തന്നപ്പോൾ ഞാൻ മനസ്സിലാക്കി അടുക്കളയിൽ ഒരു പക്ഷേ പഞ്ചസാരയുള്ളതായിരിക്കുന്ന ഒരു പലഹാരങ്ങളും ഉണ്ടായിരിക്കില്ല. അതേസമയം വന്നിരിക്കുന്ന ആൾക്ക് എന്തെങ്കിലും കൊടുക്കാനാണ് എന്നോട് പറഞ്ഞിരിക്കുന്നതെന്ന് ആ ഭാര്യയ്ക്ക് മനസ്സിലായി. എന്നെ മനസ്സിലാക്കിക്കൊണ്ട് എൻ്റെ വൈഫ് ഉണ്ടായിരുന്ന പലഹാരം കൊണ്ടുതന്നു. അവൾ പഞ്ചസാരയ്ക്ക് പകരം ഉപ്പില്ലാത്ത സാധനം തന്നപ്പോഴും അവിടെ പഞ്ചസാരയുള്ള സാധനം ഇല്ലാത്തത് കൊണ്ടാണ് ഉപ്പുള്ള സാധനം തന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് എനിക്ക് സാധിച്ചു. ഞാൻ ഉച്ചയ്ക്ക് 12 മണിക്ക് റാന്തൽ കൊളുത്തി കൊണ്ടുവരാൻ പറയുമ്പോൾ കണ്ണ് കാണാത്തവനോ കഴിവില്ലാത്തവനോ അല്ല ഞാൻ എൻ്റെ വൈഫിനറിയാം. എന്നിട്ടും ഒരു റാന്തൽ വേണം എന്നാവശ്യപ്പെടുമ്പോൾ എനിക്ക് എന്തോ കാര്യം വന്നിരിക്കുന്ന ആൾക്ക് പറഞ്ഞു കൊടുക്കാനുണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി എൻ്റെ ഭാര്യയ്ക്കുണ്ട്. അതുകൊണ്ടാണ് എൻ്റെ ഭാര്യ എന്തുകൊണ്ട് ഈ നേരത്ത് നിങ്ങൾക്ക് റാന്തൽ എന്ന് ചോദിക്കാതെ കൊണ്ടുവന്ന് തന്നത്. ഇതിൻ്റെ പേരാണ് പരസ്പര വിശ്വാസം എന്ന് പറയുന്നത്. ഇന്നത്തെ ലോകത്ത് എല്ലാ കുടുംബങ്ങളിലും നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നതും പരസ്പര വിശ്വാസമാണ്. എന്ത് കാര്യം പറഞ്ഞാലും ഇതിങ്ങനെയാണെന്ന് പറഞ്ഞാൽ പോലും ഭർത്താവിൻ്റെ മൊബൈൽ ചെക്ക് ചെയ്യുക, ഭാര്യയുടെ മൊബൈൽ ചെക്ക് ചെയ്യുക, പിന്നെ മെയിൽ ചെക്ക് ചെയ്യുക, എന്തൊക്കെ കമ്മ്യൂണിക്കേഷൻ മാധ്യമങ്ങളുണ്ടോ അതിലൊക്കെ പോയി പരിശോധിച്ച് ആരോട് സംസാരിച്ചു, എന്ത് സംസാരിച്ചു എന്ന് പരിശോധിക്കുന്നതായിരിക്കുന്ന റിലേഷൻസാണ് ഇന്ന് കുടുംബങ്ങളിലുള്ളിൽ. മക്കൾക്ക് അച്ഛനമ്മമാരുടെ വിശ്വാസമില്ല, അച്ഛനമ്മമാർക്ക് മക്കളോട് വിശ്വാസമില്ല, ഭാര്യയ്ക്ക് ഭർത്താവിനോട് വിശ്വാസമില്ല, ഭർത്താവിന് ഭാര്യയോട് വിശ്വാസമില്ല. ഇതിൻ്റെ ഫലമാണ് ഇന്നത്തെ വീട്ടിലെ ഒരു 90% വീടുകളിലെയും വഴക്കിൻ്റെ കാരണം. അത് പറയുമ്പോൾ ചിലരെന്നോട് പറയും, അങ്ങനെയല്ല സിസ്റ്ററെ, അങ്ങനെയുള്ള ലക്ഷണങ്ങൾ കണ്ടിട്ടാണ് ഞങ്ങൾ ചെക്ക് ചെയ്തത് എന്ന്. തീർച്ചയായിട്ടും ഇല്ലാവില്ല എന്നൊന്നും ഞാൻ പറയില്ല. ഈ കലിയുഗമാണ്, സംഭവിച്ചേക്കാം. പക്ഷെ നിങ്ങൾക്കതിനുള്ള റെമഡി എന്താണെന്നറിയോ? ഒരു കാര്യം, എന്തെങ്കിലും ഒരു പെരുമാറ്റത്തിൽ നിങ്ങൾ പതി പത്നി റിലേഷനിലാവട്ടെ, മക്കളുടെയും അച്ഛനമ്മമാരുടെയും റിലേഷനിലാവട്ടെ, അഥവാ വേറെ ഏത് ബന്ധത്തിലാവട്ടെ, അവിടെ നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ടൊന്നും സംഭവിക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടനെ ആ കാര്യം ചെകഞ്ഞ് കണ്ടെത്തി അത് പ്രൂവ് ചെയ്യുന്നതോട് കൂടിയിട്ട് നിങ്ങൾ ആ റിലേഷൻഷിപ്പിനെ കൊല്ലാനേ നിങ്ങൾക്ക് പറ്റുള്ളൂ, അല്ലാതെ തിരിച്ചു കൊണ്ടുവരാൻ നിങ്ങൾക്ക് പറ്റില്ല. അതേസമയം നിങ്ങളുടെ സങ്കല്പത്തിൻ്റെ ശക്തി കൊണ്ട് ഏത് വിധത്തിലാണോ പൂർണ്ണമായിട്ട് വിശ്വാസത്തിൻ്റെ ശക്തി അർപ്പിച്ച്, എൻ്റെ ഹസ്ബൻഡ് അങ്ങനെ ചെയ്യില്ല എന്ന് തന്നെ ചെയ്തിട്ടുണ്ടെന്നറിയാം, ഒരു മാതാജിയെക്കുറിച്ച് ഡയറക്റ്റ്
ആയിട്ട് പേഴ്സണൽ കോണ്ടാക്റ്റിൽ ഒരാളുണ്ട്. അവരുടെ ഹസ്ബൻഡ് ഷോപ്പിൽ പച്ചക്കറി മാർക്കറ്റിൽ കച്ചവടം ചെയ്യുന്ന ഒരാളായിരുന്നു. വരുന്നതായിട്ടുള്ള സ്ത്രീകളെ ഇങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് വന്നിട്ട് സാധനം പച്ചക്കറിയുടെ വില എടുപ്പിക്കുന്നത് സ്വന്തം കണ്ണുകൊണ്ട് കണ്ടിട്ട് പോലും ആ സ്ത്രീ പറഞ്ഞു, എൻ്റെ ഹസ്ബൻഡ് കച്ചവടം നടത്താൻ വേണ്ടി ചെയ്യുന്നതായിരിക്കാം, ഞാൻ അതിലൊരിക്കലും മാനിക്കുന്നില്ല. 100 ആൾക്കാർ പറഞ്ഞു നിങ്ങളുടെ ഭർത്താവ് എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നെന്ന് അറിയോന്ന്. ആ സ്ത്രീ പറഞ്ഞു, എൻ്റെ ഭർത്താവ് എൻ്റെ അടുത്ത് നല്ല ഭർത്താവാണ്, അതുകൊണ്ട് ഞാൻ മറ്റൊന്നും നോക്കില്ല, പൂർണ്ണ വിശ്വാസം അദ്ദേഹത്തിൽ അർപ്പിക്കും, അത് അദ്ദേഹം എൻ്റെ ഭർത്താവായി തന്നെ നിൽക്കുമെന്ന്. 78-79 വയസ്സിൽ ആ അമ്മയും 88 വയസ്സിൽ ആ അച്ഛനും മരിക്കും വരെയും അവർ റിലേഷൻ സുദൃഢമായി തന്നെ മുന്നോട്ട് പോയത് എനിക്കറിയാം. അതുകൊണ്ട് സ്വന്തം വിശ്വാസത്തിൻ്റെ ശക്തി കൊണ്ട് അഥവാ ഒരാൾ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഉള്ളിൽ നിന്ന് കുറച്ച് തെന്നിപ്പോവാൻ നോക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ കുറച്ചും കൂടെ സ്നേഹം കൊടുക്കുക അവർക്ക്. നിങ്ങളുടെ സ്നേഹത്തിൽ എന്തെങ്കിലും കുറവ് ഫീൽ ചെയ്യുമ്പോൾ അഥവാ അതിൻ്റെ വാംത്ത് കുറയുമ്പോഴായിരിക്കാം മറ്റൊന്ന് തേടി പോകാനുള്ളതായിട്ടുള്ള വിചാരം വരുന്നത്. അതുകൊണ്ട് കുറേയും കൂടെ സ്നേഹം കൊടുക്കൂ, കുറേയും കൂടെ ശക്തി കൊടുക്കൂ, കുറേയും കൂടെ കെയർ കൊടുക്കൂ, കുറേയും കൂടെ ശുഭഭാവന കൊടുക്കൂ, പോസിറ്റീവ് വൈബ്രേഷൻസ് കൊടുക്കൂ. അവർ നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവരൂ. പകരം ആ വിശ്വാസത്തെ പരിശോധിക്കാൻ പോയാൽ, ചെക്ക് ചെയ്യാൻ പോയാൽ അത് നിങ്ങളുടെ യാത്ര ആ റിലേഷനെ തകർക്കുകയുള്ളൂ. ഇനി ഈവൻ ചിലപ്പോൾ കുടുംബ ബന്ധങ്ങൾ അത്രയും എത്തിയതായിരിക്കാം, അതുകൊണ്ട് ഇട്ടുപോകാൻ സാധിക്കില്ലെങ്കിലും ഏച്ചുകെട്ടിയത് മുളച്ചിരിക്കും എന്ന് മലയാളത്തിലൊരു ചൊല്ലു പറയില്ലേ, അതുപോലെ ഒരു കാര്യം നിങ്ങൾ കള്ളത്തരമെന്ന് പിടിച്ച് അത് കഴിഞ്ഞ ശേഷം നിങ്ങൾ വീണ്ടും ചേർക്കാൻ പോയാലും അതിലൊരിക്കലും അതിൻ്റെ ആ ഒരു പെർഫെക്റ്റ് ആയിരിക്കുന്ന വാംത്ത് ക്രിയേറ്റ് ചെയ്യില്ല. ബെസ്റ്റ് ഐഡിയ നമ്മുടെ സങ്കല്പത്തിൻ്റെ ശക്തി കൊണ്ട്, ശുഭഭാവനയുടെ ശക്തി കൊണ്ട് അത്തരം സന്ദർഭങ്ങളിൽ വീണു പോവാതിരിക്കാൻ വേണ്ടി നിരന്തരമായ എനർജി കൊടുത്തുകൊണ്ടേയിരിക്കൂ. ആസ് യു തിങ്ക് സോ യു ബിക്കം എന്നത് സത്യമാണ്, അത് പ്രപഞ്ചത്തിൻ്റെ സത്യമാണ്. നിരന്തരമായിട്ടുള്ള വിശ്വാസത്തിൻ്റെ ശക്തി സമർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ സ്നേഹവും ശക്തിയും തപസ്സും കൊണ്ട് ആരെ വേണമെങ്കിലും തിരിച്ച് നിങ്ങളുടെ അടുത്തേക്ക് നിങ്ങൾക്ക് കൊണ്ടുവരാം. അതുകൊണ്ട് ചെകയാൻ പോവാതെ അന്യോന്യം വിശ്വാസമർപ്പിച്ചുകൊണ്ട് വിശ്വാസത്തിൻ്റെ ശക്തിയിൽ ബന്ധിപ്പിക്കപ്പെട്ടതായിരിക്കും ബന്ധങ്ങളാവുമ്പോഴാണ് കൂടുമ്പോൾ ഇമ്പുള്ളതായിരിക്കുന്ന കുടുംബങ്ങൾ ഉണ്ടാകുന്നത്. നമ്മൾ അന്വേഷിക്കാനും ചെകയാനും പോയിക്കൊണ്ട് അവരും നിങ്ങൾ നമ്മുടേതായിട്ടുള്ള അകലം കൂട്ടുമ്പോൾ ഒരിക്കലും നിങ്ങൾക്ക് ആ സന്തോഷവും സുഖവും തിരിച്ചു കിട്ടില്ല. അതുകൊണ്ട് ഈ ഒരു യുക്തി ഉപയോഗിച്ച് അന്യോന്യം അണ്ടർസ്റ്റാൻഡിങ് എന്നതായിരിക്കുന്ന ഒരു മേഖലയിലൂടെ മുന്നോട്ട് പോയി ഒരു പക്ഷേ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ പോലും നിങ്ങൾ അവരെ പലവട്ടം പിന്നാലെ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും വാശി ജനിക്കുകയും മനുഷ്യന്മാർ അത്തരം തെറ്റായ കർമ്മങ്ങളിലേക്ക് പോകുന്നതുവരെ ഞാൻ എൻ്റെ അനുഭവത്തിൽ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് വിശ്വാസത്തിൻ്റെ ശക്തിയിൽ കുടുംബ ബന്ധങ്ങളെ സുദൃഢമാക്കി നിലനിർത്തൂ നിങ്ങൾ. എങ്കിൽ ആ വീട്ടിൽ വഴക്കുണ്ടാവില്ല, പ്രശ്നം ഉണ്ടാവില്ല, അകൽച്ച ഉണ്ടാവില്ല, തകർച്ച ഉണ്ടാവില്ല. അതുകൊണ്ട് കൂടുമ്പോൾ ഇമ്പമുള്ള സന്തോഷവും സുഖവും ശാന്തിയും നിലനിൽക്കുന്ന സമൃദ്ധമായൊരു കുടുംബജീവിതം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.